ഞാൻ റാന്നി വരെ പോവാൻ നിങ്ങൾ വരുന്നുണ്ടോ എന്ന് അമ്മ വിളിച്ചു ചോദിച്ചപ്പോഴേ ഞങ്ങൾ രണ്ടും റെഡിയായി. അങ്ങനെ ഓട്ടോയൊക്കെ പിടിച്ച് ചിറ്റാറ് ചെന്നപ്പോ കുഞ്ഞിപ്പെണ്ണിന് മുട്ടായി വേണം. മുട്ടായി വാങ്ങി അതും കഴിച്ചോണ്ടിരുന്നപ്പോ ബസ് വന്നു. ബസ് കേറിയപ്പോ തൊട്ട് പാട്ടൊക്കെ കേട്ട് ഒരു പകുതി വഴി വരെ ആശാട്ടി ഇങ്ങനെ നിന്നാണ് കേട്ടോ യാത്ര ചെയ്തത്. പിന്നെ ക്ഷീണിച്ചു പോയെന്ന് തോന്നുന്നു. പിന്നെ കിടന്നാണ് യാത്ര ചെയ്തത്, ഉറങ്ങിപ്പോയി. റാന്നിയിലെത്തിയപ്പോഴത്തേന് ദാഹം അങ്ങ് കൂടി. കയ്യിലിരുന്ന വെള്ളവും കുടിച്ചു, കൂടെ ഒരു ജ്യൂസും വാങ്ങി. കുറച്ച് ജ്യൂസ് വയറ്റിലോട്ടും ബാക്കി പകുതി ഉടുപ്പിനും കൊടുത്ത് കുപ്പി അടച്ചു. അങ്ങനെ നമ്മൾ റാന്നിയിൽ വന്ന ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞിപ്പെണ്ണിന്റെ ഡ്രസ്സൊക്കെ മാറി അടുത്ത ബസ് പിടിക്കാനായിട്ടുള്ള നടപ്പ് തുടങ്ങി. ബസ്സും കയറി റാന്നി വന്നപ്പോഴത്തേന് ഉച്ചയായി. എങ്കിൽ പിന്നെ കഴിച്ചേക്കല്ലേ. അമ്മ ഊണാണ് പറഞ്ഞത്, ഞാനൊരു ബിരിയാണി. എന്റെ ബിരിയാണി അങ്ങോട്ട് മാറ്റിവെച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് ചോറെടുത്ത് കുഞ്ഞിന് കൊടുക്കാൻ തുടങ്ങി. ഞാൻ ഇളക്കി കൊടുത്തതല്ലാതെ അവൾ ഒരു തുള്ളി പോലും കഴിച്ചില്ല. പിന്നെ അവളെ അവളുടെ പാട്ടിനങ്ങ് വിട്ടു. എന്റെ ബിരിയാണി എന്നെ നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. അടിപൊളി ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. റൈസിന്റെ കൂടെ പപ്പടവും ചള്ളാസും അച്ചാറും മുട്ടയും പിന്നെ 3 പീസ് ചിക്കനും കിട്ടി. ഞാനിരുന്ന് ഈ കുണുകുണ വീഡിയോ എടുക്കുമ്പോൾ ചുറ്റുമുള്ളവരൊക്കെ എന്നെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. അവർക്കറിയില്ലല്ലോ നമ്മളൊരു യൂട്യൂബർ ആണെന്ന്. കാലക്രമേണ നമ്മളും അറിയപ്പെടാൻ തുടങ്ങുമായിരിക്കും അല്ലേ. അങ്ങനെ വായി നോക്കി നടന്ന കുഞ്ഞിപ്പെണ്ണ് മേശയിലോട്ട് തലപൊക്കി നോക്കിയപ്പം ദാ ഇരിക്കുന്നു മുട്ട. പിന്നെ അവക്ക് മുട്ട വേണം. തിന്നാനൊന്നുമല്ല, എങ്കിലും പകുതി മുറിച്ചങ്ങ് കൊടുത്തു. പിന്നെ അതിലേക്ക് ഇറങ്ങി നടന്ന കുഞ്ഞിപ്പെണ്ണിന്റെ കണ്ണില് ജ്യൂസ് പെട്ടു. പിന്നെ ജ്യൂസ് വാങ്ങണമല്ലോ. അങ്ങനെ ഒരു ജ്യൂസും വാങ്ങിക്കൊടുത്ത് ഞങ്ങളും കഴിച്ച് അവിടുന്ന് ഇറങ്ങി. റാന്നി പെരുമ്പുഴ ബസ് സ്റ്റാൻഡിലെ ആ പാലത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന അനന്തു ഹോട്ടലിലാണ് കേട്ടോ നമ്മൾ കയറിയത്. വീണ്ടും കുഞ്ഞു ഉടുപ്പിന് ജ്യൂസ് കൊടുത്തത് കൊണ്ട് വെയിറ്റിംഗ് ഷെഡിലോട്ട് വന്ന് അടുത്ത ഡ്രസ്സ് മാറി. തിരികെ വീട്ടിലോട്ട് പോരാൻ വേണ്ടി ബസ്സേ കയറിയപ്പോഴോ നല്ല മഴ. മഴയൊക്കെ കണ്ടു വന്നതുകൊണ്ട് ചിറ്റാറ് വരെ വഴക്കുണ്ടാക്കാതിരുന്നു. ചിറ്റാറിന്ന് ഒരു ഓട്ടോയും പിടിച്ച് വീട്ടിലെത്തി.